ആരാണ് വിഡിത്തരം പറഞ്ഞത്? വിഡിത്തരം നിങ്ങൾ വിഡിത്തരം പറഞ്ഞ വായ നാവ് ഉള്ളിലേക്ക് ഇട്ടതേ ഉള്ളൂ. ഞാൻ കേരളത്തിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സെക്രട്ടറി ഉള്ളിലകത്തേക്ക് പോയത് നിങ്ങൾ അത് മനസ്സിലാക്കണം. കണ്ടുമുട്ടുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കാൻ നിന്ന് എന്ത് ചെയ്യും? ശ്രീ സന്ദീപ് വാര്യർ, എല്ലാവരും അറസ്റ്റിലാവുകയോ ചോദ്യം ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. എൻ വാസുവും എ പത്മകുമാറും അടക്കമുള്ളവർ അറസ്റ്റിലാകുമ്പോൾ സർക്കാർ ഒരു തരത്തിലും അതിൽ ഇടപെട്ടിട്ടില്ല എന്നതിന്റെ സൂചനയല്ലേ തുടങ്ങിയ കാര്യങ്ങളാണ് കഴിഞ്ഞ ചർച്ചകളിലൊക്കെ ഉണ്ടായിരിക്കുന്നത്. ആരാണ് അല്ലെങ്കിൽ ആരായിരിക്കണം? ഇപ്പോൾ ആ കാലത്തെ ഈ തട്ടിപ്പ് നടന്നു എന്ന് കോടതി തന്നെ സംശയലേശമന്യേ പറയുന്ന കാലത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അടക്കം അറസ്റ്റിലാവുകയും റിമാൻഡിലാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മുകളിൽ ആര് എന്നൊരു ചോദ്യം അസ്വാഭാവികമായ ഒരു ആകാംക്ഷ ഉണ്ടാക്കുന്നതാണ്. അല്ല, തീർച്ചയായിട്ടും ആ ആകാംക്ഷ, ആ ആശങ്ക ഈ രാജ്യത്തെ കോടിക്കണക്കിന് അയ്യപ്പ വിശ്വാസികളുടെ ആശങ്കയാണ്, അവരുടെ ആകാംക്ഷയാണ്. ഈ ശബരിമല അയ്യപ്പന് സമർപ്പിക്കപ്പെട്ട സ്വർണം മുഴുവൻ മോഷ്ടിച്ചെടുത്ത ദൈവതുല്യരായിട്ടുള്ള അതല്ലെങ്കിൽ വൻ തോക്കുകൾ ആരൊക്കെയാണ് എന്നത് പൊതുജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ കൊള്ള നടന്നിരിക്കുന്നു. മൂല്യം കണക്കാക്കാനാകാത്ത തരത്തിലുള്ള അത്രയും വലിയ കൊള്ള നടന്നിരിക്കുന്നു. അതിൽ അന്താരാഷ്ട്ര സംഘങ്ങളുടെ ഗൂഢാലോചന പോലും സംശയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു വലിയ അന്വേഷണം ഇതിനാവശ്യമുണ്ട്. ഇവിടെ ഞങ്ങൾ ആദ്യം മുതലേ പറഞ്ഞത് എന്താണ്? ഈ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥർ പിണറായി സർക്കാരുമായി ബന്ധപ്പെട്ടതായതിനാൽ ഇത് നീതി നടപ്പിലാവുക മാത്രമല്ല, നീതി നടപ്പിലായി എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുക കൂടി വേണമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അന്വേഷിക്കുന്ന സംഘത്തിന് മേൽ സമ്മർദ്ദം ഉണ്ടാകുമെന്നുള്ളത് അത് കേരളത്തെ സംബന്ധിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പോൾ നോക്കൂ, ഇവിടെ BJPയുടെ പ്രതിനിധി ഒരു കാര്യം പറഞ്ഞ് വളരെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ഒരു സത്യം പറഞ്ഞു. എന്താണ്? ശിവശങ്കറിനെ ബലിയാടാക്കി ഞങ്ങൾ ഈ സ്വർണ്ണക്കടത്ത് അന്വേഷണം ഞങ്ങളുടെ ഏജൻസി തീർത്തു കൊടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അപ്പോൾ ഈ പാലം നേരത്തെ തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ശങ്കർ സിമെന്റിന്റെ കരുത്തുള്ള ഒരു പാലം BJPക്കും CPMനും ഇടയിൽ നിർമ്മിക്കപ്പെട്ടു എന്ന് ഇപ്പോൾ BJPയുടെ പ്രതിനിധി ഇവിടെ സമ്മതിച്ചിരിക്കുകയാണ്. അദ്ദേഹം അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അഡ്മിഷനാണ് നടന്നത്. ഇനിയിപ്പോൾ തിരുത്താൻ കഴിയില്ലല്ലോ. കാരണം ശിവശങ്കർ ബലിയാടാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആ ശിവശങ്കറിനെ ബലിയാടാക്കി അന്വേഷണം അവസാനിപ്പിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും പറഞ്ഞ കാര്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കില്ല. താങ്കൾ പറഞ്ഞ കാര്യമാണ് ഇവിടെ പറഞ്ഞ കാര്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അല്ല, താങ്കൾ ശിവശങ്കറിനെ ബലിയാടാക്കി അന്വേഷണം അവസാനിപ്പിച്ചു, അന്വേഷണം അട്ടിമറിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ശിവശങ്കർ പിണറായി സർക്കാർ ശിവശങ്കറിനെ ബലിയാടാക്കി എന്താ സംശയം? അല്ല, അപ്പൊ അങ്ങ് എന്റെ വാക്ക് പറയുമ്പോൾ ഞാൻ ഇടപെടും. അങ്ങനെയാ? നിങ്ങൾ എന്റെ വാക്ക്, ഞാൻ പറയാത്ത കാര്യം നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇടപെടില്ലേ? ശ്രീ പ്രിൻറ്റു മഹാദേവൻ, ഞാൻ അല്ല, അങ്ങനല്ല. ഞാൻ പറഞ്ഞ കാര്യം ശിവശങ്കറിനെ ബലിയാടാക്കി പിണറായി സർക്കാർ കൈയൂരിയത് എന്നതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അന്വേഷണ ഏജൻസികൾ പിണറായി സർക്കാരിനെ നാക്കുന്നത് ഞാൻ പറഞ്ഞു. അല്ല, ഇപ്പൊ പറഞ്ഞ വാചകം ഇനി മാറ്റില്ലല്ലോ. ഇപ്പൊ പറഞ്ഞ വാചകം ഇനി മാറ്റുമോ? ഈ വാചകത്തിന് മാറുമോ? ഇത് ഫൈനലാണല്ലോ, ഇനി മാറ്റമില്ലല്ലോ. അല്ല, അദ്ദേഹം പറയട്ടെ. ഇപ്പൊ പറഞ്ഞ വാചകത്തിന് മാറില്ല, മാറ്റമില്ലെന്ന് അദ്ദേഹം പറയട്ടെ. ശ്രീ പ്രിൻറ്റു മഹാദേവ്. അല്ല, സന്ദീപ് വാര്യരെ, ഞാൻ പറഞ്ഞ കാര്യത്തിനകത്ത് ഒരു മാറ്റവുമില്ല. ശിവശങ്കറിനെ ബലിയാടാക്കി ലാസ്റ്റ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, സർക്കാരാണെന്നുള്ള കാര്യത്തിൽ എന്താ സംശയം? അതെന്താ സംശയം? അത് മതി. അത്ര ശരി. ഇപ്പൊ അദ്ദേഹം ഇവിടെ വായിച്ചത് എന്താ? ശരി മതി. ഇനി ഞാൻ പറഞ്ഞു, എന്റെ സമയമാണല്ലോ. അദ്ദേഹം പറഞ്ഞതാ ഞാൻ ആവർത്തിക്കുന്നത്. ശിവശങ്കരനെ ബലിയാടാക്കി. അതിന്റെ അർത്ഥം എന്താ? ശിവശങ്കരൻ നിരപരാധിയാണ്. ശിവശങ്കരനെ ബലിയാടാക്കി പിണറായി സർക്കാർ തലയൂരി എന്ന് അദ്ദേഹം പറയുന്നു. ഒന്നുകിൽ അദ്ദേഹം ഇപ്പോൾ അഡ്മിഷൻ ചെയ്തെന്താ? നരേന്ദ്രമോദി സർക്കാരിന്റെ ഏജൻസികളുടെ കഴിവുകേട്, കേന്ദ്ര സർക്കാരിന്റെ കഴിവുകേട് BJPയുടെ പ്രതിനിധി ലൈവ് ചർച്ചയിൽ വന്ന് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പൊ പറഞ്ഞ് 1 മിനിറ്റ് ആയിട്ടല്ലേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു തീർത്ത് 1 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. 1 മിനിറ്റ് കൊണ്ട് അദ്ദേഹം സമ്മതിച്ചു BJPയുടെ കേന്ദ്ര ഏജൻസികൾ ഫെയിലറായി, അന്വേഷണത്തിൽ പരാജയപ്പെട്ടു, പിണറായി സർക്കാർ രക്ഷപ്പെട്ടു. അപ്പൊ പിണറായി സർക്കാർ രക്ഷപ്പെട്ടെങ്കിൽ അത് ആരുടെ കഴിവുകേടാണ്? കേന്ദ്ര ഏജൻസികളുടെ കഴിവുകൾ. ആരാണ് വിഡിത്തരം പറഞ്ഞത്? നിങ്ങൾ വിഡിത്തരം പറഞ്ഞ വായ നാവ് ഉള്ളിലേക്ക് ഇട്ടതേ ഉള്ളൂ. ഞാൻ കേരളത്തിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സെക്രട്ടറി ഉള്ളിലകത്തേക്ക് പോയത് നിങ്ങൾ അത് മനസ്സിലാക്കണം. കണ്ടുമുട്ടുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കാൻ നിന്ന് എന്ത് ചെയ്യും?
അല്ല വെല്ലുവിളിയല്ലോ എന്റെ മാധു ആ അദ്ദേഹം പറയുന്ന പറയുന്ന BJP കാര്യങ്ങൾ പ്രതിനിധി പറഞ്ഞ അതേ കാര്യമാണ് ഞാൻ ആവർത്തിക്കുന്നത്. അല്ലാതെ ഞാൻ അത് വിശകലനം ചെയ്യാണ്. ഞാൻ പ്രിന്റു ദയവേത് പ്രിന്റുവിന്റെ സമയത്ത് സംസാരിക്കൂ. പറഞ്ഞ വാചകം എന്താ? അല്ല പിന്നെ നിങ്ങൾ അത്തരം ഒരു നാൾ വഴി വിശകലനം ചെയ്യണ്ട. അല്ല ഞാൻ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ഞാൻ ഇടപെടാം. ഈ നിലയ്ക്ക് പോയാൽ ശരിയാവില്ല. മറ്റതിനോടൊക്കെ സംസാരിക്കാൻ വന്നിരിക്കുന്നതാണ്. അങ്ങ് പറഞ്ഞതാണ്. ഞാനതിൽ ചോദ്യങ്ങൾ ചോദിച്ചതാണ്. അദ്ദേഹത്തിന്റെ അവസരത്തിൽ അദ്ദേഹം ആരോപണം ഉന്നയിച്ചാൽ അങ്ങയുടെ അവസരത്തിൽ അങ്ങേക്ക് നിഷേധിക്കാം. അതാണ് ചർച്ചയുടെ രീതി. അല്ലാതെ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിച്ച് മുന്നോട്ട് പോയി പാർലമെന്റിൽ കൊണ്ടുവരുമ്പോൾ എതിർക്കുന്നത് നിങ്ങളാണ്. ശ്രീ സന്ദീപ് പൂർത്തീകരിക്കും. മാധു എന്തൊക്കെയാ ഇദ്ദേഹം പറയുന്നത്? അദ്ദേഹം ഒരു വിഡ്ഢിത്തരം പറഞ്ഞു, ഞാനത് എക്സ്പോസ് ചെയ്തു. മണ്ടത്തരം മനസ്സിലായപ്പോ ഇപ്പൊ കിടന്ന് ഉരുളാണ്. എന്നെ പറയാൻ സമ്മതിക്കൂ? ഞാൻ മുഴുവനാക്കിക്കോട്ടെ. ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞു ശിവശങ്കറിനെ ബലിയാടാക്കി പിണറായി സർക്കാർ രക്ഷപ്പെട്ടു എന്ന്. അങ്ങനെയാണെങ്കിൽ അത് ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികളുടെ കഴിവുകേടല്ലേ? ഇത്ര കഴിവുകെട്ട ഈ സർക്കാരിനെതിരെ എല്ലാ തെളിവും ഉണ്ടായിട്ടും പിടിക്കാൻ കഴിയാതെ പോയ നാണം കെട്ട ഏജൻസികളാണ്, കേന്ദ്ര ഏജൻസികളാണ് ഞങ്ങളുടെ കീഴിലുള്ളത്. ഞങ്ങളുടെ സർക്കാരിന് കഴിവില്ല, ഞങ്ങളുടെ സർക്കാർ കഴിവുകെട്ടതാണെന്ന് ബി ജെ പിയുടെ വേറൊരു വിഷയമാണ്. നിങ്ങൾ രണ്ടുപേരും ഈ പറയുന്ന രാഷ്ട്രീയ വൈരം തീർക്കാൻ ഈ ചർച്ചയുടെ കണ്ടംപററി ഇഷ്യൂ ആണ് വേണോ? അല്ലാതെ മാധു കണ്ടംപററി ഇഷ്യൂ ആണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പോലും വാസ്തവത്തിൽ നടന്നത് പാലം പണിയുടെ ഭാഗമാണ്. ആ പാലം പണിയുടെ ഭാഗമാണെന്നേ CPM BJP പാലം പണിയുടെ ഭാഗമാണ് സ്വർണ്ണക്കടത്ത് അന്വേഷണത്തിൽ അട്ടിമറിക്കപ്പെട്ടത്. അത് അദ്ദേഹത്തിന് പറയാൻ പറ്റാത്തതുകൊണ്ടാ അദ്ദേഹം പറഞ്ഞത് ഈ കേസിൽ നിന്ന് ശിവശങ്കറിനെ ബലിയാടാക്കി പിണറായി രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ഒന്നുകിൽ സ്വന്തം ഏജൻസികളുടെ കഴിവുകേട്, സ്വന്തം സർക്കാരിന്റെ കഴിവുകേട്, അതല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയുള്ള ധാരണ. അതിലേതാന്ന് പറഞ്ഞാൽ മതി. ഒന്നുകിൽ CPM BJP എന്തിനാണ് സംസ്ഥാന സർക്കാർ എതിർക്കുന്നത്? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എന്തിനാണ് സർക്കാർ ED അന്വേഷണത്തെ എതിർക്കുന്നത്? പാലമുണ്ടെങ്കിൽ സേഫ് അല്ലേ? ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കില്ലല്ലോ. ഇത് മോദിയുടെ മേൽനോട്ടത്തിലാണെങ്കിൽ അവർ ഭയക്കില്ലല്ലോ. അന്വേഷണമെങ്കിൽ അവർ ഭയക്കില്ല. കാരണം നെക്സസ് അല്ലേ കേരളം. ഒരു പാനലിസ്റ്റ് സംസാരിക്കുമ്പോൾ ഇപ്പൊ അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു പാനലിസ്റ്റ് അങ്ങ് സംസാരിക്കുന്നത് മുഴുവൻ മണ്ടത്തരമാണ്, വിഡ്ഢിത്തരമാണെന്ന് നിരന്തരം പറഞ്ഞാൽ അങ്ങ് സഹിക്കുമോ? അത് ചെയ്യരുത്, അത് മോശമാണ്. ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ പറയുന്നത് മുഴുവൻ വിഡ്ഢിത്തരമാണെന്ന് അങ്ങ് സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ അങ്ങനെ ചെയ്താലോ? അദ്ദേഹം അങ്ങടപെടുന്നാൽ അങ്ങടപെടൂ. അദ്ദേഹം വിഡ്ഢിത്തരം അല്ല, ഞാൻ ഇടപെടുന്ന അദ്ദേഹത്തിന്റെ അവസരം കഴിഞ്ഞ് അങ്ങയിലേക്ക് വരുമ്പോഴാണ്. അങ്ങ് അതിന് സമ്മതിക്കില്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ല, പൊതുസമൂഹത്തെ പറ്റിക്കുന്ന രീതിയിൽ ഇത്രയും വിഡ്ഢിത്തരങ്ങൾ പറയുമ്പോൾ അത് കേട്ടിരിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം അഭിപ്രായം ഉണ്ടാകുന്നേ. അങ്ങ് പറയുന്നത് മണ്ടത്തരമാണെന്ന് ചിലപ്പോൾ അദ്ദേഹത്തിന് അഭിപ്രായം ഉണ്ടാകും. അങ്ങ് സമ്മതിച്ചു കൊടുക്കോ? അല്ല, അദ്ദേഹം പറയുന്നത് അത് അങ്ങയുടെ അവസരത്തിൽ പറയുന്നത് ചർച്ച അലമ്പാക്കി കളയല്ലേ? മറ്റുള്ളവരുടെ സമയത്തിനൊക്കെ വിലയുണ്ട്. അല്ല, അദ്ദേഹത്തിന് ഇഷ്ടംപോലെ സമയം കൊടുക്കേണ്ട മാധു. കാരണം ഇതുപോലെയുള്ള സത്യങ്ങൾ അദ്ദേഹം വിളിച്ചു പറയട്ടെ, കേരളം കേൾക്കട്ടെ. ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യസഭയുടെ ഫ്ലോറിൽ പറഞ്ഞു ഞങ്ങളും CPM തമ്മിൽ പാലം പണിതു, ബ്രിട്ടാസ് ഇടനിലക്കാരനായിരുന്നു പറഞ്ഞു. എവിടെ? രാജ്യസഭയുടെ ഫ്ലോറിൽ പറഞ്ഞു. ആ കാര്യം തന്നെയാണല്ലോ ഇദ്ദേഹം ഇപ്പോൾ മാധവന്റെ ഫ്ലോറിലും പറയുന്നത്. ഇവർ തമ്മിലുള്ള ധാരണ ഞങ്ങൾ ശിവശങ്കറിനെ ബലിയാടാക്കി പിണറായി ഇതല്ലേ നടന്നത്. കേരളം കണ്ടു, കേരളം കാണുന്നു. CPM BJP ധാരണ. ഇതിലപ്പുറം എന്താ ഉള്ളത്?